ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സ്മോൾ ട്രിപ്പ് ടു അറ്റ്ലാന്റിസ്. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 11 മണി ആവാനായി. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ റെഡിയായി, ഏട്ടനുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് വരും, അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണിവിടെ ആസ് യൂഷ്വൽ അലമ്പാക്കിക്കൊണ്ടുണ്ട്. ഏട്ടൻ റെഡി, ഞാൻ റെഡി. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമ്മളിത് അറ്റ്ലാന്റിസിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് നേരം വൈകിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ റൈഡിലും കയറാനുള്ള സമയം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ നമ്മൾ അവിടെ എത്തിയ പാടെ നമുക്ക് അവിടുന്ന് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതായത് അറ്റ്ലാന്റിസിലേക്ക്. ആദ്യം നമ്മൾ ഇറങ്ങുന്നിടത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഇവരുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അങ്ങോട്ടേക്ക് അറ്റ്ലാന്റിസിലേക്ക് പോകണം. അപ്പോൾ നമ്മളിത് അതിൽ കയറിയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അങ്ങനെ ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു ഇച്ചിരിയേ ഉള്ളൂ, ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ അറ്റ്ലാന്റിസിലേക്ക്. അങ്ങനെയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി. അപ്പോൾ നമ്മളെ കൂടെയുള്ള ബാക്കി ടീംസ് നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതിൻ്റെ പ്രതിഷേധമാണ് ഈ പാർട്ടി നമ്മളെ തുപ്പി കാണിക്കുന്നത്. ഓക്കെ, എനിവേയ്സ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയതിൻ്റെ സന്തോഷമാണ്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ആദ്യം ഈ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു മോൾ പോലെയാണിത്. അപ്പോൾ അവിടെയൊക്കെ കുറേ നല്ല ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും നമുക്ക് സമയമില്ലാത്ത കാരണം ഓടി പോവുകയാണ് നമ്മൾ. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. എപ്പോൾ പോയാലും ഇവിടെ തിരക്കാണ്. എന്നാന്നറിയില്ല ഇവിടെ തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടാവുന്നത്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ടൈം എടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് തന്നെ പൂളിലേക്ക് പോയി. ഞാൻ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാണ് പൂളിൽ, കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് വെള്ളം കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആദ്യം ഒരു പൂളിൽ മാത്രം കയറി, പിന്നെ ഒന്നിലും ഞാൻ കയറിയില്ല. അപ്പോൾ അതിൽ കുഞ്ഞിപ്പെണ്ണെ ഇറക്കി. ഇങ്ങനെ 8 എന്ന് എഴുതിയിട്ടുള്ള ട്യൂബാണിത്. അപ്പോൾ അതിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാം. അപ്പം അതിൽ മുന്നിൽ ഞാനും ബാക്കിൽ ഏട്ടനും ഇരുന്നു. അപ്പം എൻ്റെ മടിയിലും ഏട്ടൻ്റെ മടിയിലുമായിട്ട് മാറി മാറി കുഞ്ഞിപ്പെണ്ണി ഇരുത്തി. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ കയറിയോണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ നനഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മൂഡ് പോയി. വെള്ളത്തിലിറങ്ങിയാൽ നനയും, പക്ഷെ എന്നാലും പിന്നെ എനിക്ക് കയറാനും തോന്നിയില്ല. പിന്നെ നല്ല രസമായിരുന്നു. ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ വേറെ തന്നെ ഒരു രസമല്ലേ. എല്ലാവരും നല്ല തല്ലിപ്പൊളി ഗ്യാങ്ങായ കാരണം കുറേ കമൻറ്റൊക്കെ പറഞ്ഞ് നല്ല കണ്ട കുഞ്ഞിപ്പെണ്ണ് നോക്കണോ, കുഞ്ഞിപ്പെണ്ണ് ഇതിലൊന്നും ഇരിക്കണ്ട, കുഞ്ഞിപ്പെണ്ണ് ആ വെള്ളത്തിലിറങ്ങണം, അതിനാണ് ഈ കരയുന്നത് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ അതെ നമ്മൾ നല്ല എൻജോയ് ചെയ്യാണ്. പാട്ടൊക്കെ പാടുന്നുണ്ട്, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പം വെയിറ്റ് കാരണമാണോ എന്നറിയില്ല. അപ്പം ഞാനും ഏട്ടനിരിക്കുമ്പോൾ തന്നെ ഏട്ടൻ കൂടുതൽ വെയിറ്റില്ല, അപ്പം ആ സൈഡ് താന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ മേലൊക്കെ വെള്ളം നല്ലോണം കയറി വരും. നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് വെള്ളത്തിലിറങ്ങുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പി.
പക്ഷെ നമ്മൾ ചെറിയൊരു വെള്ളത്തിൽ കയറി. പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ആദ്യം ഇട്ട് കൊടുത്ത ഡ്രസ്സൊക്കെ മാറ്റി, കാരണം അത് ഫുൾ നനഞ്ഞു. ഇപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വന്നിരിക്കുക. അങ്ങ് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കിഡ്സിന് മാത്രമുള്ള ഏരിയ ആണ്. അവിടെയൊക്കെ വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണെ ഇപ്പം റെഡിയാവില്ല, അവൾ സമ്മതിക്കൂല. ഭയങ്കര എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണെ ഇവിടെ ആക്കി. കുഞ്ഞിപ്പെണ്ണൊരു ബിക്കിനിയൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ സെറ്റിലാണ് ഇപ്പം. ഓക്കെ, അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഏട്ടൻ ഞങ്ങളെയും തപ്പി വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് നമ്മൾ കാരണം കുറേ റൈഡിലെല്ലാം ഭയങ്കര തിരക്ക് കാരണം എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നാലേ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാനും ഏട്ടനും മുന്നേ വന്നതുകൊണ്ട് ഏട്ടൻ ഓൾറെഡി 2 വട്ടം വന്നു. അപ്പോൾ കയറിയോണ്ട് എല്ലാത്തിലും കയറാൻ നിന്നില്ല. ഏട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ നമ്മൾ വെറുതെ അവിടെ ഇവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിലെല്ലാം കളിച്ചതിന് ശേഷം വൈകിട്ടായപ്പം ഫുഡ് കൗണ്ടറിലേക്ക് വന്നു. ഇവിടെ ഉച്ചക്കൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളിത് വന്നപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ. അങ്ങനെ നമ്മളെല്ലാവരും നല്ല വിശന്നുകൊണ്ട് പിന്നെ പിസ്സ മേടിച്ചു. പിന്നെ ഈ മയണൈസ് അവിടെ ഫ്രീ ഫില്ലാണ്, അതുകൊണ്ട് കുറേ മയണൈസൊക്കെ എടുത്ത് താൽക്കാലിക ശമനത്തിന് വേണ്ടി നമ്മൾ കഴിക്കുകയാണ്. അങ്ങനെ ഇത് ആക്രാന്തത്തോടു കൂടി പിസ്സ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. വിശന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ ശരിക്കുള്ള പിസ്സ നമ്മൾ പിസ്സ ഹട്ടിലൊക്കെ പോയി തിന്ന പിസ്സേൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നല്ല വിശപ്പ് കാരണം എല്ലാവരും തിന്നു. പിന്നെ ഇതാ സന്ധ്യാനേരമായി. 5 മണി വരെ ഇന്ന് ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ വിൻ്റർ ആയതുകൊണ്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു വീട്ടിലേക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, നേരെ നമ്മൾ അബുഹയിലാണെന്ന് തോന്നുന്നു, അബുഹയിലുള്ള മൈൽ 7 വന്നു. ഇത് മുട്ടപ്പത്തിരിയാണ്. ഇത് ഓർഡർ ചെയ്തു. നല്ല മുട്ടപ്പം അങ്ങനെ എന്തോ ആണ് ഇങ്ങനെ പറയുന്നത്. അപ്പം വിശപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശപ്പല്ലേ. അപ്പോൾ എല്ലാവരും ആക്രാന്തത്തോടു കൂടി കബാബും ഇതൊക്കെ കഴിച്ച് വയറ് നിറച്ച് എല്ലാവരും നല്ല ടയർഡായിരുന്നു. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.